വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അഴിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ 6 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. അന്വേഷണത്തോട് സഹകരിക്കാതെ രാഹുൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചു. രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. പഴുതടച്ച പോലീസ് നീക്കത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരൻ. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. IG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിച്ചില്ല. ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായില്ല. സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന് അന്വേഷണ സംഘത്തോട് വെല്ലുവിളി. ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച രാഹുലിന് നേരെ വലിയ പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ചും പോലീസ് വാഹനം വളഞ്ഞും DYFI യുവമോർച്ച പ്രവർത്തകർ. ഉച്ചയോടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു. കോടതി വളപ്പിലും പിന്നീട് ജയിലിലേക്കും എത്തിക്കുമ്പോഴും രാഹുലിന് നേരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ ഈ മാസം 21 വരെ വിചാരണ കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുലിന് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഏറെ പഴികേട്ട പോലീസ് ഇക്കുറി ജാഗ്രതയോടെയാണ് നീക്കം നടത്തിയത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ലൈംഗിക ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ലൂടെയും റിമാൻഡ് റിപ്പോർട്ടിലൂടെയും പുറത്തുവരുന്നത്. നിലവിൽ വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയായ അതിജീവിത രാഹുലിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും അതിജീവിതയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 2 ലൈംഗിക പീഡന പരാതികളുമായി ഏറെ സാമ്യമുള്ളതാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കിയ മൂന്നാം ബലാത്സംഗ പരാതി. കാനഡയിലുള്ള യുവതിയുടെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് 2023 സെപ്റ്റംബർ മുതൽ രാഹുൽ അടുപ്പം സ്ഥാപിച്ചത്. കുഞ്ഞുങ്ങളെ വേണമെന്നും നല്ലൊരു പിതാവായിരിക്കുമെന്നും സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ യുവതിയോട് റൂം ബുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യമായി നേരിൽ കണ്ട യുവതിയുടെ മുഖത്ത് പോലും നോക്കാതെ രാഹുൽ ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. കുട്ടികളുണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു പീഡനം. മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്ത് രാഹുലിന്റെ കൊടും ക്രൂരത. അന്ന് ധരിച്ച വസ്ത്രങ്ങൾ യുവതി തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സ്നേഹം നടിച്ച രാഹുലിനെ യുവതി വിശ്വസിച്ചു. എന്നാൽ 1 മാസം തികയും മുന്നേ രാഹുൽ മലക്കമറിഞ്ഞു. മറ്റാരുടെയോ കുഞ്ഞെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. DNA ടെസ്റ്റിന് തയ്യാറെന്ന് രാഹുലിനെ ഫോൺ വഴി അറിയിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും യുവതിയെ ബ്ലോക്ക് ചെയ്തിരുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഗർഭമലസി. ഇതിനിടയിൽ ചെരുപ്പിനും സൺസ്ക്രീൻ ക്രീമിനും പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആഹാരം കഴിക്കാൻ എന്ന പേരിലും പലതവണ രാഹുൽ പണം വാങ്ങിക്കൊണ്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഫണ്ടിന്റെ പേരിലും പണം വാങ്ങി. വിശ്വസ്തൻ ഫെനി നയനാൻ വഴിയും പരാതി നൽകാതിരിക്കാനുള്ള വൈകാരിക ഇടപെടലുകൾ രാഹുൽ നടത്തിക്കൊണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ചോദിച്ചെങ്കിലും നൽകിയില്ല. രാഹുലുമായുള്ള ബന്ധം ഫെന്നിയെ അറിയിച്ചെന്ന പേരിൽ അധിക്ഷേപവും അസഭ്യവും. മറ്റു പരാതികൾ വന്ന ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നടക്കം രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും അതിജീവിത പറയുന്നു. 24 തിരുവനന്തപുരം.
അതീവ രഹസ്യമായാണ് അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട്ടെത്തിയ രാഹുൽ പോലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു. അതീവ ഗൗരവമേറിയ മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ ദിവസങ്ങൾക്ക് മുൻപേ രാഹുലിനായി പോലീസ് കരുനീക്കം തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഇന്നലെ വൈകിട്ട് പോലീസ്. അർദ്ധരാത്രിയോടെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം KPM റീജൻസിയിൽ ഹോട്ടലിലെ റിസപ്ഷനിലുള്ളവരുടെ ഫോണുകൾ അന്വേഷണ സംഘം പിടികൂടി. രാഹുലിന്റെ ഡ്രൈവറും സഹായിയും പുറത്തുപോയി എന്ന് ഉറപ്പിച്ചതിനു ശേഷമായിരുന്നു നടപടി. ശേഷം 12:15 രാഹുൽ താമസിച്ചിരുന്ന 2002 മുറിയിലെത്തി. വാതിലിൽ തട്ടിയെങ്കിലും രാഹുൽ വാതിൽ തുറന്നില്ല. കസ്റ്റഡി രേഖപ്പെടുത്താൻ എത്തിയതാണെന്ന് പോലീസ് പറഞ്ഞതോടെ 12:30 വാതിൽ തുറന്നു. 2 വാഹനങ്ങളിലായി എത്തിയ 8 പേരടങ്ങിയ പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ രാഹുലുമായി പോലീസ് പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. സമൂഹമാധ്യമങ്ങളിൽ വൈകാരിക കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ കേസിലെ അതിജീവിത ദൈവത്തിന് നന്ദിയെന്നും സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നും അതിജീവിത പറയുന്നു. ആ കുറിപ്പിലേക്ക്. ദൈവമേ നന്ദി. അനുഭവിച്ച വേദനകൾക്കും വിധികൽപ്പിക്കലുകൾക്കും വഞ്ചനകൾക്കുമിടയിൽ തിരിച്ചറിയാനും ഉറച്ചു നിൽക്കാനും കെൽപ്പു നൽകിയതിന്. ഇരുളിൽ സംഭവിച്ചതും ലോകം കാണാത്ത കണ്ണീരും നീ കണ്ടതിന്. ഞങ്ങളുടെ ശരീരങ്ങൾ ക്രൂരമായി പിച്ചി ചീന്തുമ്പോഴും കുഞ്ഞുങ്ങളെ ബലമായി തട്ടിയെടുക്കുമ്പോഴും ചേർത്തുപിടിച്ച ദൈവമേ, സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ. അവരുടെ പിതാവാകാൻ യോഗ്യനല്ലാത്തയാളെ തെരഞ്ഞെടുത്തതിന് ആ കുഞ്ഞുങ്ങൾ മാപ്പു തരട്ടെ. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ലോകത്തിനപ്പുറം ആ പൊന്നുമക്കളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. പേടിയും അതിക്രമവുമില്ലാത്ത സ്വർഗത്ത് കഴിയട്ടെ. പൊന്നോമനകളെ, ഈ നൊമ്പരപ്പിടച്ചിൽ നിങ്ങളോടെല്ലാം പറയും. നിങ്ങളുടെ ജീവിതവും ആത്മാവും അമൂല്യമായിരുന്നു. അമ്മ മറക്കില്ല. നമ്മളിനി കാണും വരെ ഹൃദയം നിറഞ്ഞ് നീയുണ്ട്. അത്രമേൽ ആഴത്തിൽ അതിരുകളില്ലാതെ കുഞ്ഞാറ്റ നീ നിറഞ്ഞുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഇനിയും അതിജീവിതകളുണ്ടെന്നും അവർ മുന്നോട്ട് വരണമെന്നും നടി റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് KPCCയുടെ സംസ്കാര സാഹിതി സെക്രട്ടറി MA ഷഹനാസ് പറഞ്ഞത്. രാഹുലിനെതിരെ പ്രതികരിച്ചതിന് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നവർ കൂടിയാണ് ഇവർ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് 1, 2, 3 കേസുകളല്ല, ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. കാരണം ഓരോരുത്തരും അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അയാൾ ഇതിന് മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും നമുക്കറിയാലോ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അല്ല, അത് അയാൾക്ക് മാന്യതയില്ലാത്തത് കൊണ്ടാണ്. അയാളെ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അയാൾ ഇക്കാലം അത്രയും കൊണ്ടുപോയിട്ടുള്ള പ്രത്യയ ശാസ്ത്രത്തിൽ അയാൾ 1% അയാൾ ജെനുവിനിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാൾ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിഞ്ഞ് ഈ ജനത്തോട് മാപ്പ് പറയേണ്ടതാണ്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പാർട്ടിക്ക് പുറത്തായ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. രാഹുലിനെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്ന് CPIM. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി രാഹുലിന്റെ അറസ്റ്റ് പരിശോധിക്കുമെന്നും സ്പീക്കർ. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രൊവിജൻ എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. എത്ര വലിയ ആളാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് CPIM. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണമുണ്ടെന്നും നേതാക്കൾ. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുലുള്ളത്, അന്നും അതെ ഇന്നും അതെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കുമോ? ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്, അതാണ് ഞങ്ങൾ പറയുന്നത്. രാഹുലിനെതിരെ പരാതി ലഭിക്കും മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തായ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനാകില്ലെന്നും നേതാക്കൾ. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അറസ്റ്റിന് സർക്കാർ നിർബന്ധിതമായെന്ന് BJP. കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും ആരോപണം. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. അറസ്റ്റിലൂടെ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്നായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. 2025 ഓഗസ്റ്റ് 20 രാഹുലിനെതിരെ നടി റിനി ആൻ ജോർജ് MLAയുടെ പേര് വെളിപ്പെടുത്താതെ ആദ്യ ആരോപണം ഉയർത്തിയത് മുതലാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയത്. രാഹുലിനെ കുരുക്കി ആരോപണങ്ങളുടെ നാൾവഴിയിലേക്കാണ് ഇനി പോകുന്നത്. 2025 ഓഗസ്റ്റ് 20 യുവനടി റിനി ആൻ ജോർജ് സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരു യുവ രാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന് പരസ്യമായി ആരോപിച്ചത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നാരോപിക്കുന്ന യുവതിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. ട്രാൻസ്ജെൻഡർ അവന്തികയും എഴുത്തുകാരി ഹണി ഭാസ്കറും ഉൾപ്പെടെ മറ്റു സ്ത്രീകളും രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾ ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ KPCC സസ്പെൻഡ് ചെയ്തു. ലൈംഗിക ആരോപണങ്ങളിലും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു. കേസന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസിൽ നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് യുവനടി ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച ചില സ്ത്രീകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതിനെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. സെപ്റ്റംബർ 16 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിലെത്തിയത് വിവാദമായി. നവംബറിൽ രാഹുൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായി. നവംബർ 27 പരാതിക്കാരിയുടെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. കേസെടുത്തതിനെ തുടർന്ന് രാഹുൽ ഒളിവിൽ പോയി. ഡിസംബർ 4 തിരുവനന്തപുരം സെഷൻസ് കോടതി 1ാം കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ പുറത്തായി. ഡിസംബർ 5 രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിലും കേസ്. ഡിസംബർ 10 രണ്ടാമത്തെ പീഡന കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു. ഡിസംബർ 15 ഹൈക്കോടതി ആദ്യ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞു. 2026 ജനുവരി ആദ്യവാരത്തിൽ 3ാമത്തെ അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചു. വിവാഹിതയായ സ്ത്രീയാണ് പരാതിക്കാരി. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതി. സാമ്പത്തിക ചൂഷണവും പരാതിയിലുണ്ട്. ജനുവരി 11 പുലർച്ചെ 3ാമത്തെ കേസിൽ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റിസർച്ച് ഡെസ്ക് 24. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ ഹോട്ടലിൽ നിന്നാണ് ഇത്തവണ രാഹുലിനെ പോലീസ് പിടികൂടിയത്. അന്ന് കൈപൊള്ളിയ പോലീസ് ഇക്കുറി പക്ഷേ പഴുതടച്ച നീക്കമാണ് നടത്തിയത്. നവംബർ 5 നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നെന്ന വിവരത്തെ തുടർന്ന് അർദ്ധരാത്രിയിൽ പോലീസ് സംഘം KPM റീജൻസിയിലെത്തി. ഇതേ ഹോട്ടലിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ മുറികളിലും പരിശോധന. നാടകീയ സംഭവങ്ങൾക്കാണ് അന്ന് KPM റീജൻസി വേദിയായത്.
ആ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് പോയിരുന്നു. നീലപ്പെട്ടിയിൽ കള്ളപ്പണം എത്തിച്ചെന്ന CPM പരാതിയിൽ പോലീസ് ഹോട്ടലിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പിടിച്ചെടുത്തു. എന്നാൽ തെളിവ് കണ്ടെത്താനായില്ല. ബാഗിൽ പണമെത്തിച്ചതിന് തെളിവും കണ്ടെത്തിയില്ല. അർദ്ധരാത്രിയിലെ പരിശോധന പോലീസിന് ഏറെ ക്ഷീണമായി. പാലക്കാട് രാഹുൽ വമ്പൻ ജയവും നേടി. അന്നത്തെ പരിശോധനയ്ക്കും നാടകീയ സംഭവങ്ങൾക്കും വേദിയായ അതേ KPM റീജൻസിയിൽ ഇത്തവണ രാഹുലിന് പിഴച്ചു. പിഴവില്ലാതെ പോലീസും. പാലക്കാട്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ BJP ഇനി കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയാണ് കാണാൻ പോകുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും അമിത്ഷാ ചോദിച്ചു. അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും ചേർന്നു. വികസിത സുരക്ഷിത വിശ്വാസ സംരക്ഷണ കേരളമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് BJPയുടെ തിരഞ്ഞെടുപ്പൊരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച അമിത്ഷാ ഗുജറാത്ത് മോഡലിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ വിശ്വാസം സംരക്ഷിക്കുമെന്നും വിമർശനം. सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. കേരളത്തിൽ NDAയും മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ഉൾപ്പെടുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. NDAയും മറുവശത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും UDF. BJP ആസ്ഥാനത്ത് ചേർന്ന NDA നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സംസ്ഥാനത്തെത്തിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കളം പിടിക്കാനാണ് BJPയുടെ ശ്രമം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച SIT. ഇന്നലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. 8 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു SIT വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വെച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. വസ്തു ഇടപാടുകളുടെ വിവരങ്ങളും തേടി. വീട്ടിലെ സ്വർണ്ണ ഉരുപ്പടികളിലും SIT വിശദമായ പരിശോധന നടത്തിയിരുന്നു. തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും SIT പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടത് വഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇന്നലെ നടന്ന വൈദ്യപരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്നറിയിച്ചാൽ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ നടന്നു. ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളാനെത്തിയത്. അയ്യപ്പന്റെ മാതൃസ്ഥാനികരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. കരൂർ ദുരന്തത്തിൽ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് നാളെ ഡൽഹി CBI ഓഫീസിൽ ഹാജരാകും. രാവിലെ 11 മണിക്ക് ഓഫീസിൽ എത്തും എന്നാണ് വിവരം. വിജയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. 2 ദിവസം വിജയ് ഡൽഹിയിൽ തുടരുമെന്ന് TVK വൃത്തങ്ങൾ അറിയിച്ചു.
കരൂർ കേസിൽ ആദ്യമായാണ് വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നാളെ ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജയ്ക്ക് CBI സമൻസ് അയച്ചിരുന്നു. നാളെ രാവിലെ പ്രത്യേക വിമാനത്തിൽ വിജയ് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കും. 2 ദിവസം ഡൽഹിയിൽ വിജയ് തങ്ങുമെന്ന് TVK വൃത്തങ്ങൾ അറിയിച്ചു. 13 വൈകിട്ടാകും ചെന്നൈയിലേക്ക് തിരിക്കുക. ഡൽഹിയിലെത്തുന്ന വിജയ്ക്ക് ശക്തമായ സുരക്ഷയൊരുക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വിമാനത്താവളം, ഹോട്ടൽ, CBI ഓഫീസ് എന്നിവിടങ്ങളിലും വിജയ് യാത്ര ചെയ്യുന്ന റോഡിലും സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ആദവ് അർജുന തുടങ്ങിയ നേതാക്കളെ CBI പലവട്ടം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയ്ക്ക് സമൻസ് അയച്ചത്. ഇന്നലെ വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. കരൂരിലെ CBI ഓഫീസിലെത്തിച്ച വാഹനം പരിശോധനയ്ക്ക് ശേഷം ഉപാധികളോടെ വിട്ടു നൽകി. 2024 സെപ്റ്റംബർ 27-നാണ് കരൂരിലെ വിജയുടെ റാലിക്കിടെ ദുരന്തമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 24 ചെന്നൈ. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം B. ദിലീപ് കുമാറത്തും. നമസ്കാരം.